അമ്മയില്ല. എന്റെ അമ്മ മരിച്ചുപോയി. വരുന്നു ഡാഡി. ഞാൻ പോട്ടെ ആന്റി. മോളെടുത്തോ. മറ്റേ ആന്റി. വണ്ടിയുടെ കുഴപ്പമൊക്കെ തീർന്നോ സാറേ? ഒത്തിരി ദൂരം പോകണ്ടതല്ലേ? തീർന്നു. എന്ന് ഞാൻ വരട്ടെ. മോളെ ആനിക്ക് ടാറ്റ കൊടുക്ക്. മോളെ ഇനിയും വരണം കേട്ടോ. ടാറ്റ ആന്റി. നല്ല മനുഷ്യനാ. പണക്കാരനാണെന്ന ഭാവമേ ഇല്ല. പാവം, ആ കുഞ്ഞിന്റെ അമ്മ മരിച്ചുപോയി. ഡാഡി, ഡാഡി, നമ്മൾ ഇന്നാള് പോയില്ലേ? ആ ആന്റിയുടെ അടുത്ത് പോകാം. മോൾ അവരെ മറന്നില്ലേ? അവൾ ഒരുപാട് ദൂരെയല്ലേ മോളെ? എന്നാ ഡാഡി ആന്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. ആ ആന്റി എനിക്ക് വലിയ ഇഷ്ടാ. ആ ആന്റി ഇവിടെ വന്നാ എന്നെ കുളിപ്പിക്കൂ, എനിക്ക് ചോറ് തരൂ. ഞാൻ ആന്റിയുടെ കൂടെ ഉറങ്ങും. മോളെ, മോളെ, മോളെ. ഡാഡി, ഡാഡി, ആന്റി ഇവിടെ. ആന്റി. ആന്റിയോ? ആ ആന്റി ഇവിടെ വന്ന് എന്നെ എടുത്ത് ഉമ്മ വെച്ചു. മോള് സ്വപ്നം കണ്ടതാണ്. കിടന്നുറങ്ങിക്കോളൂ. ഞാൻ ശിവരാമനെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. എന്താണ് സാർ? ശിവരാമ, എന്താണെങ്കിലും സാറിന് എന്നോട് പറയാമല്ലോ. എന്റെ ഭാര്യ മരിച്ചുപോയി. ഇപ്പോഴാണ് എന്റെ മോൾക്ക് ഒരമ്മ വേണമെന്ന് തോന്നി തുടങ്ങിയത്. ഞാനത് മനസ്സിലാക്കണ്ടേ? ഒരായക്ക് ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല. എന്റെ മോൾക്കൊരമ്മ വേണമെങ്കിൽ വീണ്ടും ഞാൻ വിവാഹം ചെയ്യേണ്ടി വരും. അത് വേണ്ടതാണ് സാർ. ഈ ബംഗ്ലാവിലെ സാറും മോളും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്ര കാലം കഴിയും? സാർ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പിന്നെ മോളെ മഠത്തിലയക്കേണ്ട കാര്യമില്ലായിരുന്നു. അമ്മയും മോളും സാറിന്റെ കൂടെ ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞാല്. കൊള്ളാവുന്ന എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേഗം കണ്ടുപിടിക്കണം സാർ. ശിവരാമ, വലിയൊരിടത്തു നിന്നൊരു പെണ്ണെ കിട്ടാൻ എനിക്ക് വിഷമമില്ല. പക്ഷെ എന്റെ മോള് ഒരമ്മയെ കണ്ടെത്തിയത് അങ്ങനെയൊരിടത്തു നിന്നല്ല, പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നാണ്. അങ്ങനെയുള്ളടത്ത് പോയി ഒരു പെണ്ണ് ചോദിച്ചാൽ അവർക്കെന്ത് തോന്നും? അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ മറ്റോ ആണോ എന്ന് അവർ തെറ്റിദ്ധരിക്കില്ലേ? അയ്യോ, സാറിനെ കുറിച്ച് അങ്ങനെ ആർക്കും ഒന്നും തോന്നൂല. അവരൊക്കെ അതൊരു ഭാഗ്യമായിട്ടേ കരുതൂ. ശിവരാമന് എന്നെ കുറിച്ച് അങ്ങനെ വല്ലതും തോന്നുമോ? എനിക്കോ? ഞാൻ എപ്പോഴും സാറിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കൂ. എങ്കിൽ എന്റെ മോളുടെ അമ്മയായി എന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ശിവരാമന്റെ പെങ്ങളാണ്. എന്താ, ശിവരാമന് ഇഷ്ടമല്ലേ? സാവിത്രിയെ എനിക്ക് വിവാഹം കഴിച്ചെന്നൂടെ? എനിക്കൊന്ന് ആലോചിക്കണം സാർ. മതി, ആലോചിച്ച് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം ശിവരാമൻ സമ്മതിച്ചാൽ മതി.
സാർ, ഞാൻ എന്റെ പെങ്ങളെ സാറിന് വിവാഹം കഴിച്ചു തരാം. എനിക്ക് സമ്മതമാണ് സാർ. എനിക്ക് സമ്മതമല്ല. സാവിത്രി, നീ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്. എന്താലോചിക്കാനാണ്? ഇങ്ങനെയൊന്ന് ആഗ്രഹിക്കാൻ എന്റെ ജീവിതത്തിൽ എന്താണുള്ളത്? ചേട്ടനൊന്ന് ഓർത്തു നോക്ക്. ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിന്നു. അവിടെ ഒരാളിനെ ചതിച്ചില്ലേ? ഞാൻ ഇയാളുടെ കുഞ്ഞിന്റെ അമ്മയായി. ഇതൊക്കെ അറിയാവുന്ന ചേട്ടനാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ വേണമെന്ന് പറയുന്നത്. സാവിത്രി, നീ നിന്റെ കഴിഞ്ഞ കാലം മറക്കണം. നമ്മൾ ആരോട് ഓർക്കാൻ പാടില്ല. നീ ഒരു പുതിയ ജീവിതം തുടങ്ങണം. എന്റെ ആഗ്രഹമാണ് മോളെ. ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് ചേട്ടൻ ഇതൊക്കെ പറയുന്നത്. അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരാണെന്ന് അയാൾ മനസ്സിലാക്കിയാൽ എന്തായിരിക്കും എന്റെ ജീവിതം? അതാരും അറിയാൻ പോകുന്നില്ല. സുരേന്ദ്രൻ ഒരിക്കലും വിശ്വനാഥ് സാറിനെ കണ്ടുമുട്ടില്ല. നീയും ഞാനും പറയാതിരുന്നാ മതി. അങ്ങോട്ട് നിന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും. അവിടെ നമ്മളെ ആരും അറിയില്ല. നീ പറയുന്നു ഒന്ന് മനസ്സിലാക്കുക. ഇല്ല ചേട്ടാ, അയാളെ കണ്ടിട്ട് ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ഒരു വഞ്ചന ചെയ്തിട്ട് അയാളുടെ ഭാര്യയായി അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. കഴിയണം. നിനക്കൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെപ്പോലെ തെറ്റുപറ്റി എത്രയോ സ്ത്രീകൾ അതെല്ലാം മറന്ന് സുഖമായി ജീവിക്കുന്നു. തെറ്റുകളെ ഓർത്ത് മരിക്കുന്നതിനേക്കാൾ നല്ലത് അതെല്ലാം മറന്ന് ജീവിക്കുന്നതാണ്. വേണ്ട ചേട്ടാ, വേണ്ട. ചേട്ടൻ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ട. സാവിത്രി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. എന്തൊക്കെയായാലും എവിടെയെങ്കിലും നീ സുഖമായിട്ട് ജീവിച്ചാൽ മതി. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ നീ എന്ത് പറയുന്നു? ഇല്ല ചേട്ടാ, ഇല്ല, എനിക്കത് കഴിയില്ല. തോണി ഓ, നിനക്ക് തോന്നിയ പോലെ ജീവിച്ചോ. ഞാൻ എവിടെയെങ്കിലും പോവാം. നിനക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാനെന്തിനാ? ഒരു നല്ല സ്ഥലത്ത് ഒരു നല്ല ആലോചന വന്നപ്പോ നിനക്കത് വയ്യ, നിനക്കത് വേണ്ട. എടീ, ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടേ ജീവിച്ചു, അറിയാവോ? നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ ഞാനില്ല. ഓടി ഓ, നിനക്ക് തോന്നിയ പോലെ ജീവിച്ചു ഓ. ചേട്ടാ, ഞാൻ കാരണം ചേട്ടൻ വിഷമിക്കരുത്, വേദനിക്കരുത്. ചേട്ടന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്നെ കുറിച്ച് എന്ത് തീരുമാനം വേണമെങ്കിലും ചേട്ടൻ എടുക്കണം. ഞാനതനുസരിക്കും. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ഥലം നോക്കാൻ വന്നതാ. ഓഹോ, അപ്പൊ നന്നാകുന്ന ലക്ഷണമൊക്കെ ഉണ്ടല്ലോടാ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? ആ, നിനക്കെന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. നിന്റെ മോക്ക് സുഖം തന്നെയല്ലേ? ആ, അങ്ങനൊക്കെ കഴിയുന്നു. ആ, ഞാൻ നിന്നോട്ടൊരു കാര്യം പറയാം. ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അത് കൊള്ളാം. ഏതാടാ പെണ്ണ്? അത് ഇവിടുന്ന് കുറച്ച് അകലെയാണ്. പാവപ്പെട്ടൊരു പെണ്ണാണ്. 16-ാം തീയതി നടത്താനാണ് തീരുമാനിച്ചത്. കൊള്ളാം, ഗുഡ്.